അപ്പൊ നല്ല പേടിക്കുന്നുണ്ട്. പഠിക്കുന്ന മീനത് നല്ല പേടിക്കാട്ടോ. നല്ല നേക്കുണ്ട്. അത് ചെറിയ ഞങ്ങൾ കുഞ്ഞി അപ്പോഴേ ഞങ്ങൾ വാങ്ങുന്നത്. ഇത് ഇത്ര വലിപ്പം വെച്ച് എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്ക് നമ്മളെ നെട്ടറിനെ പിടിക്കാം. നെട്ടറിനെ പിടിക്കുന്നത് വാള നെട്ടറിനെ ശരിയാക്കുകയാണ് വാള. അപ്പൊ നമുക്ക് നെട്ടറിനെ പിടിക്കണം. നെട്ടർ അതിനാത്രം വലിപ്പം വെച്ചിട്ടൊന്നും ഇല്ല. അതാ ഈ വലിപ്പമൊക്കെ വെച്ചിട്ടേ ഉള്ളൂ. കൊണ്ടുപോകുന്നതിന് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പിടിച്ചിട്ടുണ്ട്. അത്ര ഈ വലിപ്പമൊക്കെ വെച്ചിട്ടുള്ളൂ. പിന്നെ ഒരു കൈപ്പത്തിയുടെ വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ടാവും. കൈപ്പത്തിയുടെ വലിപ്പം വെച്ചിട്ടുണ്ടാവും. നമുക്ക് എന്നിട്ട് വരെ പിടിച്ചിട്ട് പൊരിക്കുക. ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് നമ്മുടെ ടാങ്കിൻ്റെ അടുത്തേക്ക് പോവാം. ഇതാ നമ്മളെ ടർക്കി കുട്ടന്മാർ ഇതവിടെ. ടർക്കി കുട്ടന്മാർ അവിടെയാണ് അപ്പം നമ്മളെ ടാങ്ക്. ഇത്രങ്കാന് വലിപ്പുണ്ട് ടാങ്ക്. ഇത് രണ്ട് കളറാക്കിയതാണ്. ഒന്നില് നെട്ടറും ഇതില് നെട്ടറും ഇതില് വാളയും ഗ്രോവും ഒക്കെ. അപ്പൊ ഇങ്ങനെ ആക്കിയിട്ട് ഓരോ ഇതിന്റെ ഗ്യാപ്പിൽ കൂടെ ഒക്കെ ഒരു പോകുന്നുണ്ട്. നമുക്ക് വരെ പിടിക്കണം. അപ്പൊ ഓരോരുത്തരും അങ്ങനെ പൊന്തുണ്ട്. ഈ ഫാനിന്റെ സാധനം കൊണ്ടാണ് പിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു പൊന്തി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. രോഗവും കട്ടിലിയും ഒക്കെയാണ് പൊന്തി വരുന്നത്. വാഴയൊക്കെ നെട്ടറിങ്ങനെ പൊന്തി വരുന്നത് ഞങ്ങൾ മോട്ടർ ഓഫാക്കിയിട്ട് അവിടെയൊക്കെ മീനെ പൊന്തി. എല്ലാരും നമ്മൾ ഈ ഫാൻ്റെ താക്കുമ്പോഴൊക്കെ എല്ലാവരും മണ്ണിൽ കഴിച്ചിലാവുകയാണ്. അല്ലെങ്കിൽ ജീവ രക്ഷിക്കുകയാണ്. ഞങ്ങൾ മീനിന്റെ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലൊരു നെട്ടർ രണ്ട് നെട്ടറിനെ നമുക്ക് കിട്ടിയപ്പോ രണ്ട് നെട്ടുണ്ട്. നമുക്ക് ഒരു ബക്കറ്റൊക്കെ ഇടാം. ഇതാപ്പൊ രണ്ടാളെ കിട്ടിയപ്പോ മൊത്തം 4 ആളെ കിട്ടീന്. 5 ആളെ. ഇനി നമുക്ക് പൊന്തിയൊന്നുണോ നോക്കാം. നമുക്ക് നോക്കാം. ഇപ്പൊ ആരും പൊന്തിയില്ല. രോഹു വരൊക്കെയാണ് പൊന്തിയത്. അതൊക്കെ പൊന്തിയത്. വാളയാണ്. വാള നമ്മളെ തന്ത്രം മനസ്സിലായിടുന്ന തോന്നുന്നത്. അപ്പൊ ഈ തന്ത്രം മാറ്റി പിടിക്കേണ്ടി
അനിയന് തോട്ടുന്ന് പിടിച്ചു കൊണ്ടുവന്ന പരലാണിത്. ഇത് വലിയതായിന്, നല്ല ഉഷാറുണ്ട് ഓൽക്കൊക്കെ. പരല് നമ്മളിങ്ങനെ വളർത്തിയാൽ ഓല് ടെക്റ്റായി പോകും. ഇത് ടെക്റ്റായി പോയിട്ടോ. പാമ്പൊന്നും ഉണ്ടാവില്ലല്ലോ അതില്. ശ്രദ്ധിക്കാൻ ഈ സാധനം മാറ്റേണ്ടി പിന്നെയും പരല് നമ്മളിതില് കേറിയാണ്. കുറച്ച് വെള്ളം ഒഴിവാക്കേണ്ടി വരും. ഇതാപ്പ നമ്മളെ രോഗു നല്ലോണം വലിപ്പം വെച്ചതാ. രോഗു നല്ല വലിപ്പം വെച്ചത്. രോഗു ഇനിയും വലുതാവും. കട്ടിലൊക്കെ പൊന്തി വരുന്നുണ്ട്. ഓരൊക്കെ നമ്മള് ഫാനിൽ ആക്കുന്നത് എന്താ രോഗു. അപ്പൊ അമ്മ പിടിച്ച് രോഗുവിനെ നമ്മ വിട്ട് ഈ സാധനം മാത്രം. ഇതാപ്പ നമ്മളെ അഞ്ചാളുണ്ടാ. അഞ്ചാളെ കിട്ടിയിട്ടുള്ളൂ. മറ്റൊരൊന്നും നമ്മളെ തന്ത്രോൽക്കൊക്കെ മനസ്സിലായി. ഇത് കട്ടിലയാണ് എന്നാണ് തോന്നുന്നത്. കട്ടില വലുതായിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന് അതേപോലെ കിട്ടൂല. ഈ സാധനം മാറ്റി ഞാൻ മനസ്സിലാവും. അപ്പൊ ഒരു ഫ്രണ്ട്സ് അപ്പൊ ഫ്രണ്ട്സ് നമുക്കൊരു നെട്ടറിനെ കിട്ടിയത് ചാടുകയാണ്. ഒരു നെട്ടറിനെ കിട്ടിയത്, ഒരു നെട്ടറിനും പാടെ കിട്ടിയത്. നമുക്കിതിനെ നമ്മളെ പാത്രത്തിൽ ബക്കറ്റ് ഇടാം. അപ്പൊ അതിന് ബക്കറ്റ്
ഒരു നെട്ടറേയും കൂടി കിട്ടി. വേറൊരു നെട്ടിനെയും കൂടി കിട്ടി. അപ്പൊ മൊത്തം ഒരു 10-12 കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇന്നത്തെ ആവശ്യത്തിനായിരുന്നു ഇത്രയേ ഉള്ളൂ. അപ്പൊ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്ന് നമുക്ക് പൊരിക്കാനുള്ളതിന് മാത്രമേ ആയിന്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊക്കെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ഇവര് പിന്നെ മുള്ളൊന്നും അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഇവര് കുത്തുമൊന്നുമില്ല. വാളൊക്കെ നല്ലോണം കുത്തും. അതുകൊണ്ടാണ് ഞാൻ അത്ര ധൈര്യത്തിൽ പിടിക്കുന്നത്. എല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരിക്കലും വേറെ വീഡിയോ തൂല് പൊരിച്ചതൊക്കെ ഫായോടെ ഞങ്ങൾക്ക് വരെ പൊരിക്കണം. അത് വേറൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതായിരിക്കും. ക്യാമറമാൻ അതുവരെ ഈ എപ്പിസോഡിനോടൊപ്പം ക്യാമറമാൻ പോയത്